സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ, റോഡ് നിർമ്മാണം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ് സഹായം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ സംസ്ഥാനത്തുള്ള BJP ഹൈലൈറ്റ് ചെയ്തില്ല എന്നാണ് എൻ്റെ ആക്ഷേപം. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ LDF കൊണ്ടുപോയി. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരുന്നവരാരാണ്? BJP പറയണ്ടേ ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ സഹായം ഇത്രത്തോളമുണ്ട്, ഷെയറിങ് ഓഫ് റിസോഴ്സസ് ആണ്. അങ്ങനെയാണ് ആ ക്രെഡിറ്റ് മുഴുവൻ LDF ഗവൺമെൻറ് കൊണ്ടുപോയി, ആദ്യം മുതലേ കൊണ്ടുപോയി. പബ്ലിക് റിലേഷൻസിൽ ഈ ഗവൺമെൻറ് എക്സ്ട്രാordinary വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ BJPക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കാര്യമായിട്ട് അത് കൊണ്ടുവന്നില്ല. അതേസമയം സംസ്ഥാന തലത്തിൽ പുതിയ നേതൃത്വം വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സിനാണ്. നല്ല കാര്യം, അത് ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സിൽ തന്നെ ഫോക്കസ് ചെയ്യണം. പക്ഷെ ഭരണം കിട്ടിയാലേ ഡെവലപ്മെന്റിന് പോകുള്ളൂ. മനസ്സിലായില്ല? ഇപ്പൊ രാജഗോപാൽ പണ്ട് തിരുവനന്തപുരത്ത് റെയിൽവേ ചെയ്തു. അന്ന് അദ്ദേഹം അധികാരത്തിലുണ്ട്. അധികാരത്തിലിരുന്ന് അദ്ദേഹം നൽകിയ സംഭാവനകൾ തിരുവനന്തപുരത്ത് ജനങ്ങൾ സ്മരിച്ചതിന്റെ ഫലമായി അദ്ദേഹം ലോക്സഭയിലേക്ക് അടുത്തുവരെ എത്തി. ഒരു 14,000 വോട്ടിന്റെ താഴെയാണ് ഇത്തവണ അദ്ദേഹത്തിന് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് മെമ്പർ സ്ഥാനം ശശി തരൂറിനോട് പോയത്. പിന്നീട് ജനങ്ങൾ നേമത്ത് വിജയിപ്പിച്ചതും അദ്ദേഹത്തിന്റെ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഭരണമുണ്ടെങ്കിൽ ആ സംഭാവനകളാണ് ജനങ്ങൾ കൂടുതൽ നോക്കുന്നത്.